ഹലോ ഗായ്സ്, ഇതാണ് പനീർ ചട്പട. ഇത് ഷെഫ് പിള്ളയുടെ ഒരു ഫേമസ് റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരട്ടെ. അതിനായിട്ട് ഞാൻ കുറച്ച് പനീർ എടുത്തിട്ട് ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് അതൊന്ന് മാരിനേറ്റ് ചെയ്യുവാണ്. 1 ടീസ്പൂൺ തൈരിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും എല്ലാം ഒന്ന് തിരുമ്മി മാരിനേറ്റ് ചെയ്തിട്ട് അതിങ്ങനെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഞാൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇത് ചെറിയ തീയിലിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് ഇതിൻ്റെ വെജിറ്റബിൾസ് വഴറ്റുന്നത്. ഇതുപോലെ ഈ സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഞാനൊരു ബെൽ പെപ്പർ റെഡും ഗ്രീനും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സവാളയുടെ പകുതി എല്ലാം ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി കുക്കാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആയിക്കൊള്ളും. നമ്മൾ ചെറിയ തീയിലാണ് ഇത് ചെയ്യേണ്ടത്. അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പം നമ്മുടെ ഈ പനീറും എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്ത് എടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ പാനിൽ തന്നെയാണ് ഇതിനുള്ള ഗ്രേവി റെഡിയാക്കുന്നത്. അപ്പം ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അപ്പം അതവിടെ ഇരിക്കട്ടെ. ഇനി കുറച്ച് സവാള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പം അതിനായിട്ട് ഞാൻ ഒരു സവാള കട്ട് ചെയ്ത് അതിങ്ങനെ ചോപ്പറിലിട്ട് ഒന്ന് നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ സവാള ഇങ്ങനെ അല്പം വലുതായിട്ടങ്ങ് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ചോപ്പറിലിട്ട് നല്ല രീതിയിലൊന്ന് കറക്കിയെടുത്താൽ നല്ല നൈസായിട്ടിത് കട്ടായി കിട്ടും. അപ്പം അത് എടുത്തതിന് ശേഷം ഇനി നമ്മൾ പാനിൽ കുറച്ച് ബട്ടറിട്ട് ആ ബട്ടറിലാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ആ സെയിം പാനിലേക്ക് തന്നെ ഒരു പീസ് ബട്ടർ ഇട്ടു. അപ്പോൾ ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. അത് നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പം ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഇത് നന്നായിട്ടങ്ങ് വഴറ്റി ഒന്ന് ചെറിയതായിട്ടൊന്ന് വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ സവാള ഇട്ട് കൊടുക്കണം. ഇപ്പം ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഈ സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി നന്നായിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് പറ്റട്ടെ. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും കൂടെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് വഴണ്ടി വരുമ്പോഴാണ് ഇതിപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഒഴിക്കുമ്പം ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് അത് ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് ഇളക്കി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ ഞാൻ ഇടുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഇത് ഇളക്കി പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കട്ട തൈരാണ് ഒഴിക്കുന്നത്. കട്ട തൈര് ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. ഈ കറിക്ക് ഈ തൈരൊഴിച്ച് ഇത് പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ ഇത് തൈരൊഴിച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് നല്ല ടേസ്റ്റാണ്.
അപ്പോൾ അത് ഈ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഗ്രേവിയിലേക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീറും നമ്മുടെ വെജിറ്റബിൾസും എല്ലാം അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുവാണ്. അപ്പം നമ്മുടെ ഈ പനീർ ഈ ഗ്രേവിയിൽ നന്നായിട്ട് പൊതിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ടിപ്പ് കസൂരി മേത്തി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവ ഇലയാണ്, അത് ഉണക്കി വെച്ചേക്കുന്നതാണ്. അത് നമുക്ക് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ എടുക്കാൻ നേരത്തെ കുറച്ചെടുത്ത് കയ്യിൽ തിരുമ്മി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അവസാനം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മല്ലിയിലയും കൂടെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പനീർ ചട്പട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഡിന്നറിന് ചപ്പാത്തിയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബിരിയാണി റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി സംഭവമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു. ബൈ.